സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, ഇത് ലിസ് ചേച്ചിയാണേ. ഞാൻ മല്ലിയിലയുടെ ഒരു വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ ഒരുപാട് പേര് വീഡിയോ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഒരുപാട് കമൻറ്റും അഭിപ്രായങ്ങളും എല്ലാം നല്ല അഭിപ്രായങ്ങളായിരുന്നു. ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. അപ്പം പലരും പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. പലരും ചോദിച്ചു ഒന്ന് ചെയ്ത് കാണിക്കാമോ എന്ന്. അപ്പം ഞാനിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നേരെ മലയാളി ഷോപ്പിൽ പോയിട്ട് മല്ലി വാങ്ങി. നിങ്ങൾ എൻ്റെ ചാനൽ ഇതിനു മുമ്പ് കാണാത്തവർ, ഞാനിവിടെ UK നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് UK ഇതൊക്കെ ചെയ്യണത് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ നമ്മുടെ നാട്ടിൽ ജനിച്ച് വളർന്ന് നമ്മളൊരു പ്രീ ഡിഗ്രി അല്ലെങ്കിൽ അടുത്തൊരു കോഴ്സൊക്കെ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ അതിൻ്റെ സമീപ പ്രദേശങ്ങളിലായിരിക്കുമല്ലോ ചെയ്തത്. എന്നിട്ടും നമ്മൾ എവിടെ പോയാലും നമുക്കിടെ ആ ഒരു മണ്ണിന്റെ മണം അല്ലെങ്കിൽ നമ്മൾ പഠിച്ചത് അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കന്മാർ പഠിപ്പിച്ചത് അല്ലെങ്കിൽ നമ്മൾ കണ്ടു വളർന്നത് അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. എനിക്ക് എവിടെ പോയാലും എനിക്ക് ആ നാടൻ കാര്യങ്ങളോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. നിങ്ങളും അങ്ങനെ തന്നെയാണെന്ന് കരുതുന്നു. കാരണം എൻ്റെ ഈ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കുമല്ലോ. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ പിന്നെ അതിനു മുൻപ് ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ടീനയ്ക്കും റാണിക്കും ഓരോ ചട്ടി മല്ലിയില കൊടുത്തിരുന്നു. മക്കളെ, എന്തായി കാര്യങ്ങൾ? അതിൽ നിന്ന് മുറിച്ചെടുത്തോ? കറിയിലിട്ടോ? ഇപ്പോഴും അത് കുറച്ചും കൂടി വളർന്നു വന്നോ? ഒന്ന് അപ്ഡേറ്റ് ചെയ്യണേ ടീന ആൻഡ് റാണി. ഓക്കെ, അപ്പം ഞാനിന്ന് പുതിയതായിട്ട് ഒരെണ്ണം ചെയ്യാൻ പോവാണ്. അതിനിടയ്ക്ക് ഞാൻ 2 ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാട്ടെ എന്തോരായിന്ന്. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇന്ന് മലയാളി കടയിൽ പോയിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരി അജോമിയാണ് എന്നെ ഡ്രോപ്പ് ചെയ്തത്. ഞങ്ങൾ രണ്ടുപേരും നൈറ്റ് ചെയ്യുമായിരുന്നു ഇന്നലെ. എന്നിട്ട് കടയിൽ പോയിട്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ ഒരു മലയാളി കടയുണ്ട്. കടയിൽ പോയി ഞാൻ മല്ലി വാങ്ങി. അല്ലേ, 2 കൂട് വാങ്ങിയിട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ നമുക്ക് മല്ലിയില ഇഷ്ടം പോലെ ഉണ്ടാക്കണം. 2 കൂട് വാങ്ങി. അപ്പോൾ ഒരെണ്ണം കാണിച്ചു തരാം. ഇത് ഫ്രഷ് മല്ലിയാണ്, ഹോൾ കൊറിയാന്തർ. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പാലാട്ടിൻ്റെയാണത്. പാലാട്ടിൻ്റെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പാക്കറ്റിലാണോ വരുന്നത് അതോ ഇങ്ങനെ ലൂസായിട്ട് നമ്മളിങ്ങനെ 1/2 കിലോ 250 അങ്ങനെയൊക്കെ വാങ്ങിക്കുവാണോ? എങ്ങനെയായാലും കുഴപ്പമില്ല, ഉള്ളിത്തിങ്ങ് നല്ല മല്ലി ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്കൊന്ന് മുറിക്കാം. ഇതിന് ശരിക്കും പറഞ്ഞാൽ വലിയ വിലയൊന്നും ആയില്ല കേട്ടോ. നമുക്ക് വളരെ അഫോർഡബിൾ പ്രൈസ് ആയിരുന്നു. ഇവിടുത്തെ ഒരു 129 ആയുള്ളൂ ഇവിടുത്തെ UK മണി. അപ്പം നമ്മുടെ നാട്ടിലെ ഒരു 200 രൂപയിലൊക്കെ താഴെ ആയിട്ടുള്ളൂ ഇതിൻ്റെ വില. അപ്പം നമുക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണല്ലോ. ഓക്കെ, അപ്പം ഞാനൊന്ന് മുറിച്ച് നോക്കട്ടെ. സിസേഴ്സ് എടുത്തുകൊണ്ടാൽ മറന്നുപോയി, എടുത്തുകൊണ്ടിരാട്ടെ ചേച്ചി. അതിനിടയ്ക്ക് ഇതുണ്ടോ നമ്മുടെ എവർഗ്രീൻ ഒക്കെ ഇരുന്ന് ഇങ്ങനെ തിളങ്ങണം. അതൊക്കെ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ ഇതൊക്കെ ചെടി, ഇത് കണ്ടോ, പൂക്കൾ കണ്ടോ, ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. ഇതൊക്കെ നിങ്ങൾക്കും അങ്ങനെ തന്നെയാണെന്ന് കരുതണം കേട്ടോ. നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ, ഇന്നലെ വാങ്ങിച്ചതാ. ഞാനൊരു സിസേഴ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ സിസേഴ്സൊക്കെ എടുത്തോണ്ടല്ലോ ഞാനിതൊന്ന് മുറിക്കാൻ പോവാണേ. മുറിച്ചു. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഞാൻ പറഞ്ഞില്ലേ, ചപ്പാത്തി പലകയിൽ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ പിളർക്കണേന്ന് പറഞ്ഞില്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയാം, ഒരു കൂട്ടിനകത്തിടും, അല്ലെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും. അപ്പം ഞാനിപ്പോൾ ഈ കൂട്ടിനകത്തേക്കാണ് ഈ മല്ലി ഇടുന്നത്. അതൊക്കെ നമ്മുടെ ചെറിയ ചെറിയ ടിപ്സാണേ. ഒരു കൂടുതലിടാം. ഇത്ര എടുത്ത് ഞാൻ 2 ചട്ടിയിൽ നടാലോ നമുക്ക്. അപ്പം ഇത് സേഫായിട്ടങ്ങ് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിപ്പോൾ എനിക്ക് ഇതിന് ഇങ്ങനെ ലോക്ക് ചെയ്യാൻ പറ്റും. നമുക്കല്ലാതെ വെറുതെ കൂട്ടിലിട്ടാലും മതി. ഇനി കൂടില്ലാത്തവർക്ക് വെറുതെ പേപ്പറിൽ പൊതിഞ്ഞിട്ട് ചെയ്താലും മതി. അതിൻ്റെ ഉള്ളിത്തിങ്ങ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല, അല്ലെങ്കിൽ ചപ്പാത്തി പലകയിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ലേ. എന്നിട്ട് ഇത് കൊണ്ട് നമ്മൾ കണ്ടത് ഇങ്ങനെ. ചിലപ്പോൾ എല്ലാം ഒന്നും ആവില്ലായിരിക്കും, നല്ല ആവണതാവട്ടെ. ഒരു കിറുകിറുന്ന സൗണ്ട് കേട്ടോ. എന്താ നല്ല സൗണ്ട്. ഒന്ന് 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുക, അപ്പം അത് ആയിക്കോളും. ഇനിയിപ്പോൾ അത് എല്ലാം പിളർന്നില്ല എന്ന് വിചാരിച്ചിട്ടും കുഴപ്പമില്ല. അത് മണ്ണിൻ്റെ അടി കിടന്ന് പിളർന്നായിക്കോളും. അങ്ങനെ പിളർത്തിയാൽ എളുപ്പത്തിന് അത് മുളച്ചു വരും. ഇത്രയും മതിയാവും. ഓക്കെ, കുറേ എല്ലാം പിളർന്നു കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ, ഇങ്ങനെ കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ടോ? കുറേ എല്ലാം പിളർന്നു, കുറച്ച് പിളരാത്തതുണ്ട്. അത് കുഴപ്പമില്ല. അപ്പം അതിൻ്റെ ഇത് മനസ്സിലായല്ലോ അല്ലേ?
ഇനി ഇതേ ഞാനൊരു പാത്രം എടുത്തു, അതിനകത്തേക്ക് ഇതിങ്ങനെ ഇടുവാണ്. ഇതിപ്പോൾ ഒരു 2 ചട്ടിയിൽ ഇടാനുണ്ട്. ഞാൻ ഇത്തിരി കൂടുതൽ എടുത്തു, നിങ്ങളെ കാണിക്കണാരണേ. ഇവിടെ 2-3 പോയി ഈ ഇതിൽ, അതും കൂടി എടുത്തതിനകത്തേക്ക് ഇടുക. അപ്പം ഇനിയിപ്പോൾ ചപ്പാത്തി പലകയുടെ ആവശ്യമില്ല, അതങ്ങ് മാറ്റി വയ്ക്കേ. ഇത്രയും വരെ മനസ്സിലായല്ലോ. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ സാധാരണ പൈപ്പിലെ വെള്ളമാണ് എടുക്കേണ്ടത്. ഞാനിപ്പം ഒഴിക്കാൻ എളുപ്പത്തിന് ഞാൻ ഇതിനകത്ത് എടുത്ത് വെച്ചെന്നുള്ളൂ കേട്ടോ. വെള്ളം ഒഴിക്കുക നന്നായിട്ട്. അപ്പോൾ ഈ മല്ലിയുടെ സ്വഭാവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലി പൊങ്ങി കിടക്കും അല്ലേ. അപ്പോൾ ഒന്നുകിൽ കൈ കൊണ്ട് ഒന്ന് തിരുമ്മി കൊടുക്കുക, വെള്ളം ഒന്ന് നന്നായിട്ട് സോക്ക് ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ സ്പൂണും കൊണ്ടോ അതെ ഇങ്ങനെ. അപ്പോൾ അതിനകത്തേക്ക് മൊത്തം ആയിട്ട് ഇതുപോലെ എന്നിട്ട് ആ വെള്ളത്തിലേക്ക് തന്നെ എല്ലാം ഇട്ട് വയ്ക്കുക. ഇനി ഇത് അത് കഴിഞ്ഞു. അപ്പം ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. 2 താഴെ പോയി ഇതെടുത്തെ. ചിലപ്പം നമ്മൾ പറയില്ലേ ഒരു താഴെ പോണ വിത്തായിരിക്കും ചിലപ്പോൾ നന്നായിട്ടാവുന്നതെന്ന്. നമ്മൾ പണ്ട് ഈ വിതയ്ക്കാനായിട്ട് നെല്ല് ഇങ്ങനെ പാവണ സമയത്തെ പറയില്ലേ, ഒരെണ്ണെങ്ങാനും പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് എടുത്തിടും. കാരണം അതായിരിക്കും ചിലപ്പോൾ ഏറ്റവും നന്നായിട്ട് ഫലം തരുന്നത്. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനിയിപ്പം നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു പാത്രം കൊണ്ട് അങ്ങ് മൂടി വയ്ക്കാം. മൂടി സേഫായിട്ട് അവിടെ ഇരുന്നോട്ടെ. അവർ വർത്താനമൊക്കെ പറഞ്ഞ് മല്ലിയുടെ കുറേ ഉണ്ടല്ലോ, അവരൊക്കെ തമ്മിൽ വർത്താനമൊക്കെ പറഞ്ഞ് എന്താണാവോ എന്നെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവർ തന്നെ പറയുമല്ലേ അത് ശരിയാ, നല്ല ഫലം ഇനിയും നമുക്ക് ഫലം ഉണ്ടാവാനായിട്ടാണ്, വളരെ സ്നേഹത്തോടെയാണ് ചെയ്തതെന്നൊക്കെ അവർ പറയണ്ടാവും. അവരവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറയട്ടെ, കുശലങ്ങളൊക്കെ അന്വേഷിക്കട്ടെ. എന്തായാലും നമ്മൾ നല്ലതല്ലേ ചെയ്യണത്, അതവിടെ ഇരിക്കട്ടെ. ഓക്കെ. ഇനി ഇപ്പം ഇവിടെ സമയം ഒരു ഉച്ചയാണ്. അപ്പം നാളെ ഉച്ചയാവണ വരെ അതവിടെ കിടക്കട്ടെ. അപ്പം അത്രയും സമയം അവിടെ കിടന്നോളും. ഇനി നമുക്ക് നാളെ ഉച്ചയാകുമ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ഇനി എന്താ ചെയ്യണമെന്ന്. ഓക്കെ. ഞാനിപ്പോൾ ഈ സെയിം ഇതിൽ തന്നെ ആയിരിക്കും എല്ലാം കാണിക്കുന്നത്. ഓക്കെ. ഹലോ. അപ്പം നമ്മുടെ അടുത്ത സ്റ്റെപ്പ് കാണണ്ടേ നമുക്ക്. അപ്പം ഞാൻ ഇന്നലെ മല്ലി വെള്ളത്തിലിട്ട് വെച്ചു. ഇന്ന് ഞാനൊരു അരിപ്പയൊക്കെ എടുത്തിട്ടുണ്ട്. അരിപ്പ നമ്മൾ സാധാരണ അരിപ്പ, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാ. അപ്പം ഞാൻ ഇന്നലെ മൂടി വെച്ചിരുന്ന ഭാഗം ആ പാത്രം കൊണ്ട് എടുത്തു. എന്നിട്ടതേ ഒന്നുകൂടി ഒന്ന് കൈ കൊണ്ടൊന്ന് തിരുമ്മിയേക്കാം, കാരണം ശരിക്കും ഒന്നാവാനായിട്ട്. ആ മല്ലിയുടെ ഒരു മണമുണ്ട് നന്നായിട്ട്. എന്നിട്ട് നമുക്കിതിനകത്തേക്ക് വെള്ളം കളഞ്ഞ് ഊറ്റി വെക്കണമല്ലോ. അപ്പം ഇതേ ഊറ്റുവാണേ. നമുക്ക് ഈ മല്ലിയിലൊക്കെ വാങ്ങിക്കുമ്പോൾ അവർ എങ്ങനെയായിരിക്കുമല്ലേ കൃഷി ചെയ്യുന്നത്, അറിഞ്ഞുകൂടെ എങ്ങനെയാന്ന്. ദൂരല്ലേ അവർ കൃഷി ചെയ്തിട്ട് നമുക്ക് ഇത്രയൊക്കെ കിട്ടുന്ന മല്ലിയില. ഓക്കെ. നോർത്ത് ഇന്ത്യയിലായിരിക്കും കൂടുതൽ ഇത് കൃഷി ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ. അപ്പം ഇതെല്ലാം ഇതിനകത്ത് തന്നെ പോയി. ഇതിങ്ങനെ അതെ വെള്ളത്തിൻ്റെ നിറം കണ്ടോ, ഈ ഒരു നിറം. അപ്പം ഇതിങ്ങനെ അരിച്ച് ഇങ്ങനെ വെള്ളം ഊറ്റി വയ്ക്കുവാണേ. ഇനി ഇത് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് 2 തരത്തിൽ ചെയ്യാം. ഒന്നുകിൽ ഇപ്പോൾ തന്നെ നമുക്ക് ചട്ടിയിൽ നടാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഗുഡ് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇതൊരു കുറച്ച് നാളെ വരെ ഈ സമയം വേണമെങ്കിൽ നമുക്കൊരു തുണിയിൽ പൊതിഞ്ഞ് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ മുള വരും, അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ കഴിഞ്ഞിട്ടാണെങ്കിലും മുള വരും. അങ്ങനെയും ഞാൻ ഒരു പ്രാവശ്യം നട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം നമുക്ക് ടൈം കുറവാണ്. അപ്പം ഞാനിത് സ്ട്രെയിറ്റ് ഇപ്പം മണ്ണിലേക്ക് നടാൻ പോവാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ പുറത്ത് മഴയാണേ, അല്ലെങ്കിൽ ഞാൻ പുറത്ത് കൊണ്ടുപോയി കാണിച്ചേനെ. അപ്പം ഞാൻ ചട്ടികൾ എടുത്തുകൊണ്ടെന്ന് ഇവിടെ ഒരു കവറൊക്കെ വെച്ച്, ഇത് നമ്മുടെ ടേബിളാണ്, കവറൊക്കെ വെച്ച് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ. അപ്പം ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പം അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം കേട്ടോ. ഞാനിവിടെ തന്നെ ഒരു കറുത്ത ബാഗൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് ഞാൻ ചട്ടികൾ കൊണ്ടുവരാമേ. അപ്പം ഇത് എളുപ്പത്തിന് ഈ അരിപ്പയിലുള്ളത് ഇതിനകത്തേക്ക് ഇടുവാണ്. അപ്പോൾ എളുപ്പമുണ്ടല്ലോ നമുക്ക് ഇടാനായിട്ട്. ഇനിയിപ്പോൾ സ്പൂണിൻ്റെ ആവശ്യം ഉണ്ടാവാൻ വഴിയില്ല, കൈ കൊണ്ടെടുക്കാം നമുക്ക്. അപ്പം അതിനു മുമ്പ് ഇവിടെ ഒരു പ്ലാസ്റ്റിക് കൂടി ഇട്ടിട്ടെ ഇവിടെ ഒന്ന് വൃത്തിയാക്കട്ടെ, അല്ലെങ്കിൽ ടേബിളുമേ ആവില്ലേ. ഓക്കെ. ഇട്ട് വെച്ചു. ഞാൻ ചട്ടികൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് എടുത്തുകൊണ്ട് വരാം കേട്ടോ. ഒരു വലിയ ചട്ടി എടുത്തു. പിന്നെ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണതുണ്ടല്ലോ, ഇതുപോലത്തെയാണേ, ചെറുതിൽ. അപ്പം ഞാൻ ഇതിനകത്ത് 2 നടാമെന്ന് വിചാരിച്ചു. വേറെ ഒരു ഒരെണ്ണം കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെറുത് റെഡിയാക്കി, പിന്നെ കുറച്ച് മണ്ണും എക്സ്ട്രാ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിതിൻ്റെ ഒരു ഗ്ലൗസ് എടുത്ത്, അല്ലെങ്കിൽ
മണ്ണായിട്ടുണ്ടെങ്കിൽ ഡ്യൂട്ടിക്കൊക്കെ പോകാനുള്ളതെന്ന്. ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ കയ്യിലൊരു ഗ്ലൗസൊക്കെ ഇട്ടിട്ട് കാണാൻ പറ്റണ്ട. ഓക്കെ, ഗ്ലൗസ് ഇട്ട് ഇനി സാധാരണ ഇങ്ങനെ ചെറിയ ചട്ടിയിൽ കാണിക്കാം, അപ്പോഴാണ് എളുപ്പം. ഇതിനകത്ത് മണ്ണ്. ഈ മണ്ണ് ഇവിടെ നമ്മുടെ നാട്ടിലെ നഴ്സറിയിൽ നിന്നൊക്കെ നമുക്ക് മണ്ണ് വാങ്ങിക്കാൻ കിട്ടുമോ? അങ്ങനെ വാങ്ങിക്കുന്നതാണ് നമ്മളിവിടെ നിന്ന്. അപ്പോൾ അതിനകത്ത് വളമുണ്ട് ഓൾറെഡി. അപ്പം ഞാനിതിനകത്ത് വേറെ ഒരു വളവും ആഡ് ചെയ്യുന്നില്ല. കമ്പോസ്റ്റ് വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ നാട്ടിലിപ്പോൾ അങ്ങനത്തെ മണ്ണല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും ചാണോ അങ്ങനെ എന്തെങ്കിലും ഈ പച്ചക്കറികൾക്കൊക്കെ ഇടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സ് ചെയ്യാനതിന് കുഴപ്പമുണ്ടാവില്ലായിരിക്കും. ഇതിനിപ്പോൾ ഞാൻ വേറെ ഒന്നും മിക്സ് ചെയ്തിട്ടില്ല. ഇത് സാധാരണ നമ്മളിവിടെ വാങ്ങിക്കണ മണ്ണാണ്. എന്നിട്ട് നമ്മുടെ ഇത് ഞാൻ ഇങ്ങനെ ഞാൻ കാണിച്ചു തരാട്ടെ. എന്നിട്ട് ഇതേണ്ട ഇങ്ങനെ നട്ടു. കാരണം ഇത്തിരി കൂട്ടായിട്ട് ഇട്ടാലാണ് അരുത്തൊക്കെ ഇടണം, എന്നാലേ നമുക്ക് ശരിക്കും വരുള്ളൂ. ഞാൻ ഇതെടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നട്ടേക്കണേ, കണ്ടില്ലേ? ഇനി അതിനകത്തേക്ക് കുറച്ച് മണ്ണിട്ട് മൂടണം. കുറച്ച് അത് കാണാൻ വയ്യാത്ത രീതിയിലുള്ള മണ്ണ്, ഒരുപാട് വേണ്ട. മണ്ണ് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ അതിനകത്തൊന്നും കാണാൻ വയ്യ, മണ്ണല്ലേ കാണുന്നുള്ളൂ. അപ്പം അത് റെഡിയാക്കി വെച്ചു. അപ്പോൾ ഒരെണ്ണം റെഡിയായി. ഇനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാമേ. നമുക്ക് ചെറുതിൽ നടാം. കാരണം ഈ ചെറുതിൽ ഞാൻ എപ്പോഴും ഇവിടെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പം ഇതുപോലത്തേലാണ് കണ്ടിരിക്കുന്നത്, ചെറിയ ഒരു പോട്ടിൽ. അപ്പം അതിനകത്ത് ചിലപ്പോൾ എനിക്കൊന്ന് പെട്ടെന്ന് വളരും എന്താണെന്ന് അറിഞ്ഞൂടാ. നല്ല തിക്കായിട്ട് അതിനകത്ത് അങ്ങ് ഇടട്ടെ. 2 ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മണ്ണ്. ഇതൊക്കെ നമ്മളെല്ലാ പച്ചക്കറി നടുമ്പോൾ ഇങ്ങനെയാണല്ലോ ചെയ്യണത്. നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ ആയെന്ന് ഞാൻ കരുതണം കേട്ടോ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണേ, ചേച്ചിക്ക് ഇഷ്ടമാണ് പറഞ്ഞു തരാനായിട്ട്. അപ്പോൾ 2 റെഡിയായി. ഇനി ഒരു വലിയ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇത് മൊത്തം പോകും തോന്നുന്നുണ്ട്, നോക്കട്ടെ. നന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഈ കോർണറിൽ ഇടണേ, അല്ലെങ്കിൽ അത് മൊത്തം പോകും. നന്നായിട്ട് ഇടതൂർന്ന് വളരട്ടെ. നന്നായിട്ട് വന്നു. ഇതുപോലെ ഇട്ട് ഞാൻ ഇനി മണ്ണ് കുറച്ച് നമുക്ക് ആരും കാണണ്ട ഈ ഇട്ടേക്കണത്. മൂടി കിടന്നോട്ടെ. ഓക്കെ, എല്ലാം മൂടി കിടന്നു കേട്ടോ. ഓക്കെ, നന്നായിട്ട് മൂടി. അപ്പോൾ ക്ലിയർ ആയോ? ഇനി ഇത് ഞാൻ പുറത്താണ് കൊണ്ടേ വയ്ക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ നമ്മൾ വെള്ളം ഒന്ന് പതുക്കെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം ആദ്യത്തെ ദിവസം അല്ലേ, അതും കൂടി ചെയ്യാം. ഞാനിപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ സാധാരണ വെള്ളം എടുത്തിരിക്കുന്നത് കേട്ടോ. കുറച്ച് നമ്മൾ സാധാരണ തെളിക്കുന്ന പോലെ ഇങ്ങനെ തെളിച്ചു കൊടുത്തു. ഇനി ഇതിൻ്റെ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടുള്ള വളർച്ച ഞാൻ കാണിച്ചു തരാമേ. നമ്മൾ എല്ലാത്തിലും ഇങ്ങനെ പതുക്കെ തെളിച്ചു കൊടുത്തു. അത്രേ ഉള്ളൂ. ഇനി ഇതിനൊക്കെ അങ്ങ് മാറ്റാം നമുക്ക്. ഇത് ഞാനൊരു 10 ദിവസം മുൻപ് ചെയ്തതാണത്. ഇതുണ്ടോ, അതെ ഇത്രേ ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റണ്ട. എല്ലാം മുളച്ചു, ഇട്ടതെല്ലാം മുളച്ചു. ഈ സൈഡിൽ കുറച്ച് ഇടാൻ മറന്നുപോയി, അതുകൊണ്ട് അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ബാക്കി എല്ലാം മുളച്ചിട്ടുണ്ട്. ഇത് ആയിട്ടില്ല ഇത് ചെറിയ കുഞ്ഞുങ്ങളാണിത്, പൈതങ്ങളാണ്. കുറച്ചുകൂടി ആയി കഴിയുമ്പം ഞാൻ ശരിക്കും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടിയെന്ന് തോന്നുന്നു. ഇനി ഞാൻ പുറത്ത് വെക്കും. പുറത്ത് ഇപ്പം ഇവിടെ വലിയ തണുപ്പുമില്ല, വലിയ ചൂടുമില്ല, അങ്ങനത്തെ ഒരു വെതറാണ്. അവിടെയാണ് ഞാൻ കൊണ്ടു വെക്കാൻ പോകുന്നത്. എന്നിട്ട് നാളെ ഞാനൊന്ന് തൊട്ട് നോക്കും, അതിൻ്റെ ഈർപ്പുണ്ടെങ്കിൽ നനയ്ക്കില്ല. അപ്പം മിക്കവാറും ഒരു ഓൾട്ടർനേറ്റ് ഡേ നനച്ചാൽ മതിയാവും. ഇത് പൊങ്ങി വരുന്നത് വരെ നമ്മളിങ്ങനെ തളിക്കില്ലേ, അതുപോലെ തളിക്കാം. പൊങ്ങി വന്ന് കഴിയുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതനുസരിച്ച് ഒരു ചെറിയ ഗ്ലാസ്സിലോ എന്തെങ്കിലും കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ചെറിയ തൈകൾ ഇങ്ങനെ എന്താ പറയുക വീണു പോകും. അപ്പോൾ ഇനി അടുത്തതും കൂടിയൊക്കെ ഇട്ടിട്ട് ഞാൻ ഈ വീഡിയോ പുറത്തേക്ക് ഇറക്കുള്ളേ. ഒരുമാതിരി ആയി കഴിഞ്ഞതിന് ശേഷം വീഡിയോ പുറത്തിറക്കാം. ഓക്കെ, ഇഷ്ടമായോ?
എന്തായാലും ഇതുവരെയുള്ള വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഇനി അടുത്തത് ഇത് മുളച്ച് തുടങ്ങി കുറച്ചാവുന്നത് വരെയുള്ളത് അടുത്ത വീഡിയോയിലിടാം. അപ്പം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാലോ, എൻ്റെ ഒപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് മുളച്ച് വരുന്നതെന്ന്. ഓക്കെ, നേരത്തെ തന്ന സപ്പോർട്ടും സ്നേഹവും കമൻറ്റുകളും എല്ലാം ഇടണം കേട്ടോ. ഞാനൊരു ദിവസം ഞാനും ടീനയും കൂടിയും റാണിയോ ഞങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കമൻറ്റുകളൊക്കെ ഒന്ന് വായിക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. അപ്പം നിങ്ങൾക്കും സന്തോഷമാവില്ലേ കമൻറ്റുകളൊക്കെ വായിച്ച് കേൾക്കുമ്പോൾ. ഓക്കെ, ഞാനും അങ്ങനെ ഭയങ്കര എന്താ പറയുക പ്രൊഫഷണലൊന്നും അല്ല അതിന്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് പഠിക്കുന്നു. എനിക്കത് മുളച്ച് വരുന്നത് ഇത്ര ആവണത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈവൻ കറിയിലിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കണ്ടാൽ മതി. അപ്പം എന്തായാലും നമുക്ക് വിജയിക്കുമെന്ന് വിചാരിക്കാം. പല പ്രാവശ്യം ഫെയിലായവരും ഒന്ന് ചെയ്ത് നോക്കൂ. എന്തായാലും വലിയ ചിലവൊന്നും ഇല്ലല്ലോ നമുക്ക്. മല്ലി വാങ്ങിക്കുന്നതിന് അധികം പൈസ വേണ്ട, ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. പിന്നെ നമുക്ക് ക്ഷമയും സ്നേഹവും ഒക്കെ മതി ഇത് കുറച്ചാവാനായിട്ട്. ഓക്കെ, അപ്പം ഞാനിത് ഷെയർ ചെയ്യാം കേട്ടോ.